ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീഫ് പെരലൻ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അതിന് തന്നെ ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സിനെയും 1000 വ്യൂസും കിട്ടിയിട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഇന്ന് ബീഫ് പെരലൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് അരച്ചെടുക്കണം കേട്ടോ. അത് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി ഒരു 5-6 കഷ്ണം, പിന്നെ അതുപോലെ ഒരു സവോള, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില, പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പൂ, ചെറിയുള്ളി ഒരു 10-12 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം ഫൈൻ പേസ്റ്റ് ആക്കണ്ട. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. ഈ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു 6 കറിവേപ്പിലയും ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി ചെക്ക് ചെയ്തിട്ടേ ഉപ്പ് ഫൈനലായിട്ട് ഇടുകയുള്ളൂ. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, മീറ്റിൻ്റെ എല്ലാ വശത്തും എരിവും ഉപ്പും പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ ലിഡൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ വെയിറ്റൊക്കെ ഇട്ട് നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഇനി ബീഫ് വെന്ത് വരാൻ ഒരു 4 വിസിൽ അഥവാ ഒരു 6 വിസിൽ വരെ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീഫ് വേവിക്കുമ്പോൾ ഫസ്റ്റ് വിസിൽ വരുന്ന വരെ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. പിന്നീടുള്ള വിസിൽ വരുന്ന വരെയൊക്കെ നമുക്ക് ഒരു ലോ ഫ്ലെയിം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു ഡ്രൈ റോസ്റ്റ് മിക്സ് ആണ് വേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഡ്രൈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 ചെറിയുള്ളി, ഒരു 3/4 കപ്പ് ഷ്രെഡഡ് കോക്കനട്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു 2 കറിവേപ്പിലയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് നമ്മൾ ഈ ഒരു ഷ്രെഡഡ് കോക്കനട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകായിരുന്നു. അപ്പോൾ നന്നായിട്ട് എരിവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുരുമുളക് ഇട്ട് കൊടുത്തത്. അങ്ങനെ കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ അതേപോലെ 2 കറിവേപ്പില, പിന്നെ ആ ഒരു പെരിഞ്ജീരകം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ചതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായിരുന്നു. ഇതെന്തിനാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മളത് പേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുവാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ നമ്മൾ ഈ ഒരു റോസ്റ്റ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് രീതിയിലാവും. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് വഴറ്റി ഒന്ന് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴേക്കും നല്ല മണം വരും കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രൈ മിക്സ് അടുപ്പത്തു നിന്ന് മാറ്റിയ ശേഷം നന്നായി തണുത്തപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. പിന്നെ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. ആ പാൻ ഒന്ന് ചൂടായപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തു. അങ്ങനെ ആ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ ഒരു 2 സവോള ചെറുതാക്കി അരിഞ്ഞത് ഈ ഒരു ഓയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ പിന്നീട് അതിലോട്ട് ആഡ് ചെയ്തത് ഒരു 5-6 കറിവേപ്പിലയാണ്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം ആയിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു കിട്ടും. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. നമുക്കിതിലേക്ക് അധികം എരിവ് വേണ്ട, കാരണം നമ്മൾ നേരത്തെ തന്നെ ബീഫിലോട്ട് പച്ചമുളക് അരച്ച് ചേർത്തിരുന്നു.
പിന്നെ അതേപോലെ തന്നെ ഡ്രൈ മിക്സിലോട്ട് കുരുമുളകും ചേർത്തിരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ സോട്ട് ചെയ്യാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കിത് സോട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ പൊടികളിൽ ചേർന്ന സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ബീഫ് ഈ ഒരു കുക്കറിൽ നിന്ന് മുഴുവനായിട്ടും ഈ പാനിലോട്ട് മാറ്റി ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ച ആ ഒരു ഡ്രൈ മിക്സ് പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും ബീഫിൽ നിന്ന്. അങ്ങനെ ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കണം. അങ്ങനെ നമ്മൾ ഈ ബീഫിൻ്റെ ഗ്രേവിയും ഈ ഒരു മിക്സും തമ്മിൽ നന്നായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കണം നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മുടെ ഗ്രേവി ഉണ്ടാവാൻ. അപ്പോൾ ഇതാണ് ബീഫ് പെരളൻ്റെ ഒരു ഗ്രേവിയുടെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പ് ലേശം കുറവായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് വഴറ്റി. എന്നിട്ട് ഞാൻ ആ ഒരു പാനിൻ്റെ ലിഡ് ഇട്ട് വെച്ചു. അങ്ങനെ അതൊരു 5 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കി. അത് 5 മിനിറ്റോളം ആ ഒരു ചൂടിൽ കിടന്ന് വെന്തു. ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയി ബീഫ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബീഫിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ബീഫ് പെരളൻ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും കൂടെയൊക്കെ നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബീഫ് പെരളൻ്റെ ഫൈനൽ ലുക്ക്. നല്ല സ്വാദാണ്, അതേപോലെ തന്നെ നല്ല മണമാണ്, കഴിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.